നമസ്കാരം. MLA സ്ഥാനം രാജിവെച്ച അൻവർ നേരെ പോയത് കുമ്പസാരക്കൂട്ടിലേക്കാണ്. ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് ഇപ്പോൾ അൻവർ. നിയമസഭയിൽ 150 കോടിയുടെ കോഴയാരോപണം ഉന്നയിച്ച വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് PV അൻവർ കുമ്പസാരത്തിനിടെ പറഞ്ഞു. MLA സ്ഥാനം രാജിവെച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അൻവർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എല്ലാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെന്നും തന്റെ ഭാവനയിൽ വിരിഞ്ഞ ആരോപണമായിരുന്നില്ല അതെന്നും അൻവർ ഏറ്റുപറഞ്ഞു. വലിയ പാപഭാരം പേറിയാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പ്രധാനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച വലിയ അഴിമതി ആരോപണമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ സഭയ്ക്ക് അകത്തും പുറത്തും വല്ലാത്ത രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമായിരുന്നു അത്. മാത്യു കുഴൽനാടൻ MLA ഒക്കെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പതിവാക്കിയിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം അറിയിക്കുന്നത്. അക്കാര്യം എനിക്ക് ടൈപ്പ് ചെയ്ത് നൽകുകയായിരുന്നു. തുടർന്നാണ് പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട MLA മാർ ഉന്നയിച്ചാൽ പോരെ എന്ന് P ശശിയോട് ചോദിച്ചപ്പോൾ പോരാ, MLA തന്നെ ഉന്നയിക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ വലിയ അമർഷമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ച കാര്യം ഞാൻ ഏറ്റെടുത്തത്. ശശിയേട്ട, ഇത് ശരിയല്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പൂർണ്ണമായും ശരിയാണെന്നാണ് ശശി പറഞ്ഞത്. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിലൂടെ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ വലിയ ശത്രുവാക്കാനുള്ള ഗൂഢാലോചനയുണ്ടായോ എന്ന് സംശയിക്കുകയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനതയോടും പ്രതിപക്ഷ നേതാവ് VD സതീശനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സ്നേഹിക്കുന്നവരോടും ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി എന്നെ തള്ളി പറയുന്നത് വരെ ഞാൻ കരുതിയത് P ശശിയുടെയും MR അജിത് കുമാറിന്റെയും കോക്കസിൽ അദ്ദേഹം കുരുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നാണ്. എന്നാൽ P ശശിക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നീടാണ് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചത്. അതോടെ എനിക്ക് അതുവരെ പിന്തുണ നൽകിയ CPM നേതാക്കൾ ഫോൺ എടുക്കാതെയായി. 2 ദിവസം വിളിച്ചു. പിന്നെ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. അവരുടെ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും അൻവർ പറഞ്ഞു. CPM-മായി ഇടഞ്ഞ് UDF സഹയാത്രികനാകാൻ അൻവർ നടത്തിയ ശ്രമത്തിലെ പ്രധാന വിലങ്ങുതടി VD സതീശനായിരുന്നു. തൃണമൂലിൽ ചേക്കേറിയ അൻവർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. തൃണമൂൽ വഴി UDF-ലേക്ക് എന്ന് തന്നെയാണോ അൻവർ ലക്ഷ്യമിടുന്നത് എന്നതാണ് അതിൽ പ്രധാനം.